ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡൈവേഴ്സിഫിക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അസറ്റ് അലോക്കേഷനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാ മുട്ടകളും ഒരു കൂടിൽ തന്നെ വെക്കരുത് എന്ന് പറയും. കാരണം ആ ഒരു കൂട് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മുട്ടയും ഒരുമിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരേ അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അസറ്റ് അലോക്കേഷൻ നടത്തേണ്ടത്, അസറ്റ് അലോക്കേഷൻ നടത്തുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. നമ്മൾ ഈ കിളികളൊക്കെ കൂട് വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വളരെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് ഒന്ന് ആക്രമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ മുട്ട ഇടുകയാണെങ്കിൽ തന്നെ ആ മുട്ട സേഫായിട്ട് താഴെ വീണ് പൊട്ടാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി ഒരു കൂട് കെട്ടിയാണ് മുട്ടയിടുന്നത്. അപ്പോൾ അവർക്കറിയാം ഒരു നെസ്റ്റ് എഗ്ഗിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പല ഫൈനാൻഷ്യൽ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നല്ലൊരു വിഭാഗം ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു നെസ്റ്റ് എഗ്ഗിന് നമ്മൾ എത്രത്തോളം സേഫ്റ്റി കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും പല ആളുകളും എനിക്ക് തോന്നുന്നു വേണ്ടത്ര ഒരു സേഫ്റ്റി അവരുടെ നെസ്റ്റ് എഗ്ഗിന് കൊടുക്കാറില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ കമ്പനികളിലോ അല്ലെങ്കിൽ ബിസിനസ് മോഡലുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ റിട്ടേൺസ് എന്ന് കേൾക്കുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും കൂടുതൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു നെസ്റ്റ് എഗ്ഗിന് നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. ആ സേഫ്റ്റി ഫീച്ചേഴ്സ് എത്രത്തോളം നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും എന്താണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പരിചയമുള്ള അസറ്റ് ക്ലാസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഓഹരികൾ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്, കടപ്പത്രങ്ങൾ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ, പിന്നെ ഗോൾഡിൽ, റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതാനും അസറ്റ് ക്ലാസ്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളുടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ്, അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മുടെ ഇക്വിറ്റീസ്, ഇത് ലാസ്റ്റ് 10 ഇയേഴ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ അസറ്റ് ക്ലാസിൻ്റെ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2010 ഗോൾഡ് ഏകദേശം 24.2% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. ഇക്വിറ്റി 17.2% റിട്ടേൺസ് വന്നപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെറും 4.7% റിട്ടേൺസ് മാത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 2013 കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് 8.3% റിട്ടേൺസ് വന്നപ്പോൾ ഇക്വിറ്റി വെറും 7.6% തന്നിരിക്കുന്നത്. ഗോൾഡ് ആവട്ടെ -7.9% റിട്ടേൺസ് വന്നിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ ഗോൾഡിന് വില ഇടിഞ്ഞ ഒരു സമയമാണ് 2013 എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ 2017 കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഏകദേശം 33.4% റിട്ടേൺസ് വന്നപ്പോൾ ഗോൾഡ് വെറും 6.3%, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വെറും 6% മാത്രമാണ് റിട്ടേൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് വിന്നേഴ്സ് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വിൻ ചെയ്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ആ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ വിന്നേഴ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും അതേ അസറ്റ് ക്ലാസ് തന്നെ ടോപ്പ് പെർഫോമറായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഏകദേശം 5 വർഷം ടോപ്പ് പെർഫോമറായി, ഇക്വിറ്റി ഏകദേശം 3 വർഷം ടോപ്പ് പെർഫോമറായപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആകെ 2 വർഷമാണ് ടോപ്പ് പെർഫോമറായത്. ഇതിൻ്റെ അർത്ഥം ഗോൾഡ് തന്നെ എപ്പോഴും വിജയിക്കും എന്നല്ല. നമ്മൾ ഓരോ അടുത്ത 10 വർഷത്തിലും ചിലപ്പോൾ കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസ് വരും. ചിലപ്പോൾ ഇക്വിറ്റി ആയിരിക്കും കൂടുതൽ മുകളിലേക്ക് വരുന്നത്, ഒരുപക്ഷെ ഡെറ്റ് ആയിരിക്കും മുകളിലേക്ക് വരുന്നത്. ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ അസറ്റ് ക്ലാസ്സുകളെ തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ പല രീതിയിലുള്ള വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കാണിച്ചിരിക്കുന്നത് ഇക്വിറ്റിയും താഴെ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് ഡെറ്റുമാണ്. അപ്പോൾ ഇവിടെ റിട്ടേൺസ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ ഓഹരികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 വർഷം ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് ടോപ്പ് പെർഫോമൻസിലേക്ക് വന്നിരിക്കുന്നത്. 4 വർഷത്തോളം മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും ബാക്കിയുള്ള 2 വർഷം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് ടോപ്പ് പെർഫോമൻസിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ വളരെ കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് 6 വർഷം അവർ തന്നെയായിരുന്നു ടോപ്പ് പെർഫോമേഴ്സ്. ലോങ് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏകദേശം 4 വർഷത്തോളം ടോപ്പ് പെർഫോമറായിട്ട് വന്നു. ഇതാണ് കഴിഞ്ഞ
10 വർഷത്തിനുള്ളിൽ ഇക്വിറ്റിയിലും ഡെറ്റിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2011, 13, 14, 2017 വർഷങ്ങളിലെ ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗോൾഡ് ആണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും ഡെറ്റ് ആണെങ്കിലൊക്കെ മാറി മാറി കൂടുതൽ റിട്ടേൺസ് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാ അസറ്റ് ക്ലാസ്സുകളിലേക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് 2 രീതിയാണുള്ളത്. ഒന്ന് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ തന്നെ ആ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം നമുക്ക് ആ അസറ്റ് ക്ലാസ്സുകളെ പറ്റിയിട്ട് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഗോൾഡ് മാർക്കറ്റിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോളജ് ഇല്ലാത്ത ആളുകൾ ആ ഫീൽഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടം ഉണ്ടാക്കാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൾട്ടി അസറ്റ് അലോക്കേഷൻ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ എക്സ്പേർട്ട് നോളജ് എന്ന് പറയുന്ന ഒരു ഫണ്ട് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു SIP ഒക്കെ ചെയ്യുന്ന പോലെ മന്ത്ലി നമ്മുടെ എമൗണ്ട് അങ്ങോട്ട് പാസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അവരായിരിക്കും അത് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഗോൾഡിലും അതുപോലെ തന്നെ ഇക്വിറ്റീസിലും ഡെറ്റിലും പല മ്യൂച്വൽ ഫണ്ടുകളിലും അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അവർ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അസറ്റ് അലൊക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷനാണ്. നല്ല രീതിയിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾ സീസൺ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും അവരവരുടെ ഒരു ഓൾ സീസൺ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുമ്പ് ഒരു വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഓൾ സീസൺ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടതെന്നും സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് നോക്കാവുന്നതുമാണ്. നമ്മൾ സാധാരണ മൾട്ടി അസറ്റ് അലോക്കേഷൻ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൊപ്പോർഷൻ യൂഷ്വലി 50% ഇക്വിറ്റീസിലും 30% കമോഡിറ്റീസിലും 20% ഡെറ്റ് ഓർ മണി ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ആയിരിക്കും അവർ നിക്ഷേപിക്കാനുള്ള സാധ്യത. പക്ഷേ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇതുപോലെ തന്നെ നിക്ഷേപിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. മാർക്കറ്റിൽ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും അലോക്കേഷൻ ചെയ്യുന്നത്. അതിന് ടൈം ടു ടൈം ആ ഒരു അലോക്കേഷനിൽ ചേഞ്ച് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ട് തരാൻ പറ്റില്ല. കാരണം ഓരോ ഇൻവെസ്റ്ററിനും മ്യൂച്വൽ ഫണ്ട് ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പല വീഡിയോസിൻ്റെ താഴെയും ആളുകൾ ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ഏതാണ് നല്ല SIP, ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതിലെല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ടൂള് മാത്രമാണ് മ്യൂച്വൽ ഫണ്ട്. അല്ലാതെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നത് പോലെ പോയിട്ട് എനിക്ക് ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട്, ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്നത് എപ്പോഴും എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ഇൻവെസ്റ്ററിൻ്റെ റിസ്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്തുകൊണ്ട് ഗോൾസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതിന് സ്യൂട്ട് ആവുന്ന മ്യൂച്വൽ ഫണ്ട് ഏത് രീതിയിൽ നമുക്ക് ചെയ്യാമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ഒരു നല്ല നിക്ഷേപമാണ് എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മ്യൂച്വൽ ഫണ്ട് വെറും ഒരു സൊല്യൂഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സൊല്യൂഷൻ മാത്രം. അപ്പോൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിന് സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുക. മൾട്ടി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും മൾട്ടി അസറ്റ് അലോക്കേഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കാരണം വരും കാലഘട്ടത്തിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1-2 അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ പറയുന്ന എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും ചെറിയ രീതിയിലെങ്കിലും ഒരു അസറ്റ് അലോക്കേഷൻ നടത്തിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ വീഡിയോൻ്റെ താഴെയുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.